പ്രിയമുള്ളവരെ, സ്നേഹവന്ദനം. നമ്മുടെ രാജ്യം യുദ്ധസമാനമായ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും സമൂഹത്തോടുള്ള നമ്മുടെ വലിയ കരുതലുമായി നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ മാത്രമല്ല, നമുക്ക് വേണ്ടി അധ്വാനിച്ച രാഷ്ട്രീയ നേതൃത്വ നിര അവരൊന്നടങ്കം ഓരോ തീരുമാനമെടുത്തു. ആ തീരുമാനം നമ്മുടെ രാജ്യത്തിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണം, എതിർ ശക്തികളെ ഇല്ലായ്മ ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാൻ തക്കവണ്ണം സാധിപ്പിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുകയും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും കൂപ്പുകൈ അർപ്പിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ, അവരാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെ. മാധ്യമ മീഡിയകളെല്ലാം തന്നെ കൃത്യമായി നമുക്ക് റിപ്പോർട്ടുകൾ തന്നുകൊണ്ടിരുന്നു. എന്നാൽ ചില സോഷ്യൽ മീഡിയകളൊക്കെ ഒരു നെഗറ്റീവിസം നമ്മുടെ സമൂഹത്തിലേക്ക് പടർത്തിയെടുക്കുന്നതിൽ വലിയ കാര്യങ്ങൾ ചെയ്തു. അത് വലിയ ആപത്ത് ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീ മാത്യു ശാമുവൽ സാറിനെ കുറിച്ചാണ്. അദ്ദേഹം മുൻകാലത്ത് ഇതേപോലെ തന്നെ, അന്ന് യുദ്ധമൊന്നുമില്ല, ഇവിടെ സൗഹാർദ്ദാന്തരീക്ഷത്തിൽ നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യത്തിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ ചില വിഷവിത്തുകൾ വിതയ്ക്കാൻ ആരംഭിച്ചു. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് മുൻപൊരു വീഡിയോ ചെയ്തു. അതിനകത്ത് ഞാൻ പറഞ്ഞത്, നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ് അവാസ്തവമായ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വിതയ്ക്കുന്നത് എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് നെഗറ്റീവ് കമൻസൊക്കെ എഴുതി. അതിനെഴുതാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം. അത് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആശയങ്ങളാണ്. അത് സമൂഹത്തിലേക്ക് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാനതിനെ നെഗറ്റീവായിട്ട് കാണുകയല്ല. നിങ്ങൾ ചെയ്ത് നിങ്ങളെ സംബന്ധിച്ച് നല്ല കാര്യം തന്നെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സംഭാഷണങ്ങൾ ഞാൻ പിന്നീട് അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തു. പക്ഷേ വളരെ മാന്യമായ രീതിയിൽ, ബഹുമാന പുരസ്കരം മാത്രമാണ്. സാധാരണ അദ്ദേഹം അച്ഛന്മാരെയും മെത്രാന്മാരെയും ഒക്കെ ചീത്ത വിളിക്കുന്ന പോലെ ഒന്നും തന്നെ പറയാതെ വളരെ ബഹുമാനത്തോടുകൂടെ ബഹുമാനനായ ജോൺസൺ ഡേക്കറിൽ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണ്. ഞാൻ അദ്ദേഹത്തെ ആ രീതിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം പിന്നെയും പറഞ്ഞത്, ഞാൻ പറയുന്നത് ശരിയല്ല, അദ്ദേഹം പറയുന്നതാണ് ശരിയെന്നുള്ളത്. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ആര് പറഞ്ഞാണ് ശരിയെന്നുള്ളത്. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മുടെ ഈ രാജ്യം, പ്രത്യേകിച്ച് നമ്മുടെ കേരളമെന്ന് പറയുന്നത് ഒരു മതേതരത്തെ കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിച്ചും സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ വളർന്നും വരുന്നവരാണ്. കൂടാതെ നമുക്ക് രാഷ്ട്രീയപരമായ ആശയവ്യത്യാസങ്ങളുണ്ട്, മതത്തിൻ്റെ ആയിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് വെച്ച് പുലർത്തുമ്പോൾ തന്നെ അന്യോന്യം സ്നേഹിക്കാനും കരുതാനും അന്യോന്യം സൗഹാർദ്ദം പങ്കിടുവാനും യാതൊരു തടസ്സവുമില്ല എന്ന് കാണിക്കുന്ന മനോഹരമായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ഈ സംസ്ഥാനത്താണ് വിഷവുമായിട്ട് ചില ആളുകളൊക്കെ കരുതിക്കൂട്ടി ഇറങ്ങുന്നത്. അതിന് അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരിക്കുക. നമ്മൾ സാധാരണ ഒരു പഴമൊഴി പറയാറുണ്ടല്ലോ, ആങ്ങളെ ചത്താലും വേണ്ടിയല്ല നാത്തുവിൻ്റെ കണ്ണീര് കാണണം. ആ രീതിയിൽ സംസാരിക്കുന്ന ആളുകളാണ് അത്തരക്കാരോട് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അങ്ങനെയുള്ളവരുടെ കഴിവുണ്ടെങ്കിൽ വീഡിയോകൾ നമ്മൾ പ്രചരിപ്പിക്കാതിരിക്കുക, അത് നമ്മൾ വീക്ഷിക്കാതിരിക്കുക. കാരണം നമ്മുടെ സമൂഹത്തിന് യോജ്യമല്ലാത്ത വിഷം അവർ പകർന്നു തരുമ്പോൾ നമ്മളത് മറ്റുള്ളവരിലേക്കും കൂടെ പകർന്നു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ ആ വ്യൂവർഷിപ്പ് കുറച്ചാൽ തന്നെ അവരുടെയൊക്കെ രീതികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് യാതൊരു സംശയമില്ല. ശ്രീ മാത്യു ശാമുവൽ സാറ് തേൽക്കയുടെ ആളായിരുന്നു, നമുക്കറിയാം. അദ്ദേഹം അന്ന് അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അന്നത്തെ BJP സർക്കാരിനെ അദ്ദേഹം തള്ളിയിടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിച്ചുള്ള കാര്യമാണ്. മടങ്ങി വന്നു. ഇവിടെ വന്നതിന് ശേഷം ആരംഭത്തിൽ അദ്ദേഹം ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തു, നാരദൻ എന്നുള്ള രീതിയിൽ. അതിനെക്കുറിച്ചൊന്നും ഞാൻ വിവരിക്കുന്നില്ല. പല ആളുകളും, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മേജർ രവി സാർ തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പല മീഡിയകളിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദമാക്കുന്നില്ല. എന്നെ സംബന്ധിക്കുന്ന കാര്യം, നമ്മുടെ സമൂഹത്തിൽ വിഷം വിതയ്ക്കാതിരിക്കാൻ തക്കവണ്ണം ഇത്തരക്കാരെ നമ്മൾ നിയന്ത്രിക്കണമെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ചാനലുകളെല്ലാം പൂട്ടിയിട്ടുണ്ട്. അദ്ദേഹം പുതിയ AI ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് ചെയ്തോട്ടെ. ഇംഗ്ലീഷിലാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് മലയാളത്തിലും മറ്റു വിവിധ ഭാഷകളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പലരോടും അദ്ദേഹം പണം കളക്ട് ചെയ്തത്. നമ്മളൊരു കാര്യം ഓർക്കണം, എത്ര പണം കിട്ടിയാലും എത്ര ഔന്നത്യം നമുക്കുണ്ടായാലും സമൂഹത്തിൽ വിഷവിത്തുകൾ പാകിയിട്ട് നമ്മൾ എത്ര നേട്ടങ്ങൾ കൈവരിച്ചാലും നാളുകളിൽ ചരിത്രം നമ്മളെ മുദ്രയിടുക രാജ്യദ്രോഹി എന്ന് തന്നെയായിരിക്കും. അത് മറന്നു പോകരുത്. അതുകൊണ്ട് രാജ്യത്തിന് ദ്രോഹം വരുന്ന ഒരു വാർത്തകളും ചെയ്യാൻ പാടില്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നതായ മുടന്തൻ ന്യായം. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. നമുക്കറിയാം, ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത്, അയൽ രാജ്യവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നുള്ളത് ആരെങ്കിലും പറയണമോ?
ആരെങ്കിലും അതിന് കൽപ്പന പുറപ്പെടുവിക്കണോ? ആരുടെയെങ്കിലും അതിന് ഓർഡർ വേണോ? അത് നമുക്ക് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ. അപ്പോൾ ഇദ്ദേഹം എന്ത് ജേർണലിസമാണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യം പല മേഖലകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ മേജർ രവി സാർ തന്നെ ചോദിക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ എന്തെങ്കിലും 10 വർത്തമാനം പറയാൻ കഴിയുന്ന ആളുകളൊക്കെ ജേർണലിസത്തിൻ്റെ ആളുകളാണ് എന്നുള്ള ധാരണയിൽ അത് നമ്മൾ കേട്ടിട്ട് അതാണ് ശരി എന്ന് അങ്ങനെ അപ്പാടെ വിഴുങ്ങരുത്. കേൾവിക്കാരായിട്ടുള്ള നമുക്ക് വിവേചന ബുദ്ധി ഉണ്ടാകണം. ആരാണ് ശരി, ആരാണ് തെറ്റെന്നുള്ള ചിന്തിക്കാനുള്ള കരുത്ത് ഉള്ളതാണ് യഥാർത്ഥത്തിലുള്ള മാനവികതയുടെ അടിസ്ഥാന ഘടകം തന്നെ. അതുകൊണ്ട് കേൾക്കുന്ന എല്ലാം അപ്പാടെ നമ്മൾ വിശ്വസിക്കരുത്. അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരണം. വിശുദ്ധ ബൈബിളിൽ ബൊറോവ എന്ന് പറയുന്ന ഒരു സഭയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബൊറോവയിലെ സഭ അവർ കേട്ടതായ കാര്യങ്ങൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടെങ്കിൽ പോലും അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ ദിനംപ്രതി തിരുവെഴുത്തുകളെ അവർ പരിശോധിച്ചു എന്നുള്ളതാണ്. നമ്മൾ കേൾക്കുന്ന എല്ലാം അപ്പാടെ വിശ്വസിക്കരുത്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം കേൾക്കുന്ന കാര്യങ്ങളും പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളും ശരിയാണോ എന്ന് പരിശോധിക്കാനും അത് ശരിയായ രീതിയിൽ ചെയ്യുവാനുള്ള പരിജ്ഞാനമാണ് ഓരോ ക്രിസ്തു ഭക്തനും ഉണ്ടാകേണ്ടത്. ക്രൈസ്തവർ മാത്രമല്ല, എൻ്റെ ഇതിപ്പോൾ കേൾക്കുന്ന മറ്റ് സഹോദരങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേൾക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതുമായ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് പ്രചരിപ്പിക്കാൻ എന്നും കൂടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മാത്യു ശാമുവൽ സാറ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിഷം വിതച്ചു എന്നതിന് യാതൊരു സംശയവുമില്ല. അത് വലിയ ദോഷം ചെയ്യുന്ന തരത്തിൽ തന്നെയാണ്. ഇവിടെ ആദ്യമായിട്ട് ക്രിസംഗി എന്നുള്ള പദം അദ്ദേഹമാണ് ഉപയോഗിച്ച് ആ വിധത്തിൽ ക്രിസംഗികൾ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും മറ്റൊരു ക്രൈസ്തവ സംഘടന ആ വിധത്തിലുള്ള ഒരു സംഘടന രൂപപ്പെട്ടപ്പോൾ അതിന് നിലനിൽക്കണം, അതാണ് ഇവിടുത്തെ ക്രൈസ്തവരുടെ സമുദായത്തിൻ്റെ ഐക്യത്തിനും സമുദായത്തിൻ്റെ ശാക്തീകരണത്തിനും സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നത്, ബാക്കിയുള്ള ഒന്നും തന്നെ പോരാ എന്നൊക്കെ പ്രചരിപ്പിച്ച വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അന്ന് തന്നെ ഞാൻ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞാണ് അത് തെറ്റാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ദോഷം വിതയ്ക്കുന്ന, ഭിന്നതയുണ്ടാക്കുന്ന, ഛിദ്രതയുണ്ടാക്കുന്ന ഒരു ഐഡിയോളജിയും നിലനിൽക്കുകയില്ല. കാരണം ഈ സംസ്ഥാനം ഒരുപാട് തീക്തമായ അനുഭവത്തിലൂടെ കടന്നു വന്ന സംസ്ഥാനമാണ്. 1956 നവംബർ 1-ാം തീയതി ഈ കേരളം എന്ന് പറയുന്ന മനുഷ്യ സ്നേഹത്തിൻ്റെ ശരിയായിട്ടുള്ള ഒരു പര്യായമായി തീർന്ന ഈ വലിയ സംസ്ഥാനം, അല്ലെങ്കിൽ മനോഹരമായ ഈ സംസ്ഥാനം, അതിനെ വീണ്ടും വിഭജിക്കുന്ന, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വീണ്ടും വിഭജിക്കുന്ന ഒന്നും തന്നെ ഇവിടെ പാടില്ല. നാം എല്ലാവരും ഏകോദര സഹോദരങ്ങളാണ്, ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടും ഇന്ത്യയിലെ എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നുള്ള ആ വലിയ ഉത്ബോധവും നമ്മളിൽ എപ്പോഴും അങ്കുരിക്കണം. അത് നമ്മൾ പഠിപ്പിക്കണം. വരുന്ന തലമുറയ്ക്ക് ആ ലെഗസി വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ എന്നുള്ളത് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ വീഡിയോകൾ ചെയ്യുന്ന താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾക്ക്, തങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ, കൂടുതൽ വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ, പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിലുള്ള കുടില ബുദ്ധിയോടുകൂടെ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അത്തരക്കാരെ ഒഴിച്ചു നിർത്താനായിട്ട് അവരുടെ വീഡിയോ കാണുകയില്ലെന്നൊരു പ്രതിജ്ഞയാണ് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടത്. ഞാൻ ചെയ്ത ആ വീഡിയോ കണ്ടിട്ട് പല ആളുകളും പോസിറ്റീവായിട്ടുള്ള കമൻസ് എഴുതി. അവർ പറഞ്ഞു ഇനിയും തൊട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുകയില്ല. കാരണം ആളുകൾക്ക് മനസ്സിലായ ഛിദ്രത ഉണ്ടാക്കാനാണ്. അദ്ദേഹം വാസ്തവത്തിൽ ക്രൈസ്തവരെ സഹായിക്കാനെന്നുള്ള നിലയിലാണ് പല കാര്യങ്ങളും പറഞ്ഞത്. പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ ഫെയ്ത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പം ഇവാഞ്ചലിക്കൽ വിശ്വാസികളെക്കുറിച്ചൊക്കെ പറയാനായിട്ട് അതിൻ്റെ ചുമതലക്കാരനെന്നുള്ള നിലയിൽ എനിക്ക് അവകാശമുള്ളത് കൊണ്ട് മാത്രമല്ല, ഞാൻ ഞങ്ങളുടെ എല്ലാ സഭകളിലും പോയി പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും സഭയുടെ ബിഷപ്സ് കമ്മീഷണർ എന്നുള്ള നിലയിലും ഒക്കെ എനിക്ക് എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയാൻ ആധികാരികമായ അവകാശമുണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു വിശ്വാസമാണുള്ളത്. വാസ്തവത്തിൽ ആ വിശ്വാസം എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. അത് നിൽക്കട്ടെ, ആ വിശ്വാസവും ആശയമൊക്കെ പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നതുകൊണ്ട് നമുക്കത് ചോദ്യം ചെയ്യാനേ പാടില്ല. പക്ഷേ മറ്റൊരാളുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതെന്തിനു വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സമയത്താണ്. ക്രൈസ്തവർക്കെതിരെ ഒരുപാട് പീഡനങ്ങളൊക്കെ അഴിച്ചുവിടാൻ വേണ്ടി ചില ആളുകൾ, ചില രാഷ്ട്രീയ കക്ഷികളും അതോടൊപ്പം തന്നെ ചില പ്രസ്ഥാനങ്ങളും ഒക്കെ കച്ചകെട്ടി ഇറങ്ങുന്ന സമയത്ത് ക്രൈസ്തവരെ ഒറ്റിക്കൊടുക്കുന്ന രീതിയിലാണ് അന്ന് അദ്ദേഹം പല വീഡിയോകളും ചെയ്തത്. എന്നിട്ട് അദ്ദേഹം ചലഞ്ച് ചെയ്യുന്ന പോലെ, ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കുന്ന പോലെ, നിങ്ങൾക്കൊരു ചുരുക്കം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ചില സംഘടനയുടെ പേര്
പേരൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അതൊക്കെ കാണിച്ചത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അറിഞ്ഞോ, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ക്രൈസ്തവർ പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് തടയിട്ടോ എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പലപ്പോഴും വീഡിയോകളൊക്കെ ചെയ്ത്. അന്ന് ഞാൻ പറഞ്ഞു ഇത് അപകടം ചെയ്യുമെന്നുള്ളത്. അപകടം ചെയ്തു. പല മേഖലകളിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് ഇവിടുന്നുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് പല ആളുകളും ക്രൈസ്തവ മിഷണറിമാരെ, സുവിശേഷകന്മാരെ, വിശ്വാസികളെയൊക്കെ ഉപദ്രവിക്കാൻ ഇടയായിത്തീർന്നുണ്ട് പല മേഖലകളിലും. അതൊക്കെ നന്മയ്ക്ക് ഭവിച്ചതിനേക്കാളും തിന്മയാകണമെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തു എന്നുള്ളത് നമുക്കതിൻ്റെ മോട്ടിവേഷൻ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ആ വിധത്തിൽ അത് അന്ന് പറഞ്ഞത്. അന്ന് നിങ്ങൾ പലരും വിശ്വസിച്ചില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായല്ലോ. അദ്ദേഹത്തിൻ്റെ വീഡിയോകളെല്ലാം തന്നെ ഒഴിവാക്കാനായിട്ട് മേജർ രവി സാറും അതേപോലെ തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റും അതേപോലെ കേന്ദ്രവും ഒക്കെ ഒരുപോലെ പ്രവർത്തിച്ചു എന്നുള്ളത് രവി സാർ തന്നെ പുറത്തുവിട്ടു. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം അത് നേരത്തെ തന്നെ ചെയ്യേണ്ടിയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് അവസാനമായിട്ട് ചില നാളുകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നൊരു 4-5 ആഴ്ചകൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ഞാനൊരു ഓഡിയോ വോയിസ് അദ്ദേഹത്തിന് ഇട്ടു. അദ്ദേഹത്തോടെയും പറഞ്ഞു, സാറ് പറയുന്ന പല കാര്യങ്ങളും അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇങ്ങനെ പറയരുത്. ഒരു ക്രൈസ്തവനെന്നുള്ള പേരിൽ, അദ്ദേഹം ക്രൈസ്തവ പേരൊക്കെ ഉള്ള ആളാണല്ലോ, മാത്യു ശാമുവൽ, അങ്ങനെയാണല്ലോ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ മാത്യു എന്നുള്ളതും ശാമുവൽ എന്നുള്ള പേരൊന്നും ക്രിസ്തീയ പേരല്ല. മാത്യു എന്നുള്ളതും ശാമുവൽ എന്നുള്ള പേരൊക്കെ യഹൂദ പേരുകളാണ്. അത് അറിയാത്ത പൊട്ടന്മാരാണ് ബാക്കിയുള്ളവരെന്നൊക്കെയാണ് അദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്നത്. ഇതൊന്നും ക്രൈസ്തവ പേരൊന്നും അല്ല കേട്ടോ. അങ്ങനെ ക്രിസ്ത്യാനി പേരെന്നും പറഞ്ഞൊരു പേരില്ല. ബിബ്ലിക്കൽ നെയിംസ് ഉണ്ട്, അത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോൺസൺ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനി പേരാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ജോൺ എന്നുള്ള പേര് അത് യോഹന്നാൻ എന്നുള്ള പേരിൽ നിന്ന് വന്നതാണ്, അത് യഹൂദ പേരാണ്. അപ്പം ഇതൊന്നും ക്രൈസ്തവ പേരുകളൊന്നുമല്ല. അപ്പോൾ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഈ മാത്യു ശാമുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയാകുന്ന എപ്പോഴാണെന്നറിയാമോ? ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോഴാണ്. ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്ന ഒരാൾക്ക് മറ്റൊരാളെ വെറുക്കാൻ കഴിയാല. അതാണ് പ്രത്യേകത. അവർക്ക് മറ്റുള്ളവരെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കാനേ കഴിയുള്ളൂ. മറ്റുള്ളവരെ സ്നേഹിക്കാനും നീതി പുലർത്താനും പഠിപ്പിക്കാനേ കഴിയുള്ളൂ. അല്ലാതെ ഈ ഗൂഢമായിട്ട് വ്യംഗ്യാർത്ഥത്തിലൊക്കെ കാര്യങ്ങൾ പറയാനൊന്നും ആളുകൾക്ക് കഴിയുകയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സംഘടനയുടെ പേര് എടുത്തു പറഞ്ഞിട്ട് പല വീഡിയോകളും ചെയ്തു. ആ സംഘടനയാണ് ക്രൈസ്തവർക്ക് വേണ്ടിയുള്ളത്, അതുകൊണ്ട് അത് നിലനിൽക്കണമെന്നൊക്കെ. അതുപോലെ തന്നെ പാലക്കാട് ഇലക്ഷൻ നടക്കുന്ന സമയം ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ അവാസ്തവമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി. അദ്ദേഹം പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പറഞ്ഞു, അവിടെ ഇന്ന പാർട്ടി ബഹുഭൂരിപക്ഷത്തോടെ ജയിക്കും, അവിടുത്തെ ക്രൈസ്തവരെല്ലാവരും കൂടെ ഒന്നടങ്കം ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുകയാണെന്നൊക്കെ. എന്നിട്ട് അദ്ദേഹം സാധാരണഗതിയിൽ പറയാറുള്ളൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? ഞാൻ ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഗ്രൗണ്ടും അറിയത്തില്ല, റിയാലിറ്റി അറിയത്തില്ലെന്നുള്ളതാണ് വാസ്തവം. അതാണ് വാസ്തവം. ഇപ്പം അദ്ദേഹം AI മുഖാന്തരം ഇംഗ്ലീഷിലൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്, മറ്റു ഭാഷകളിലേക്കും. അപ്പോൾ ഈ പൈസ കൊടുക്കുന്ന ആളുകളൊക്കെ ചിന്തിച്ചോണം. മേജർ രവി സാർ പറയുണ്ടായി, ഈ കൊടുത്ത ആളുകളെ കൂടെ അന്വേഷിക്കണം, എന്തിനാണ് അവർ കൊടുത്തതെന്നുള്ളത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അത് കൊടുത്തവർ ഇച്ചിരി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം രാജ്യദ്രോഹത്തിന് വേണ്ടിയിട്ട് വാക്താക്കളായി വർത്തിക്കുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും പിടിക്കപ്പെടേണ്ടതാണ്. അവരെയും തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവരേണ്ടതാണ് എന്നൊക്കെയാണ് രവി സാറിനെ പോലെയുള്ള ആളുകൾ വീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കുടുങ്ങിയത് തന്നെ അങ്ങനെയുള്ള ആളുകൾ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാടിനെ, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ കീറി മുറിക്കാനായിട്ടുള്ള ഉദ്യമം അതൊരിക്കലും നടക്കുകയില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് തീക്ത അനുഭവത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു വന്നത്. അന്ന് നാട്ടുരാജ്യങ്ങളായിരുന്നു, 58 നാട്ടുരാജ്യങ്ങൾ ഒന്നായി ചേർന്നാണ് 1956 നവംബർ 1 നമ്മുടെ കേരളം എന്ന് പറയുന്നത്. മനോഹരമായ കേരളം, കേരം തിങ്ങും മലയാള നാട്. ഈ മലയാള നാടിൻ്റെ മഹത്വം ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ നമ്മൾ ഉന്നത നിലവാരം പുലർത്തുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഈ നാടിനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നിങ്ങൾ എത്ര ഭിന്നതയും എത്ര ഛിദ്രതയും ഉണ്ടാക്കാൻ ശ്രമിച്ചാലും നടക്കുകയില്ല സുഹൃത്തുക്കളെ, നടക്കുകയില്ല. കാരണം ഇവിടെ ഒരു പാരമ്പര്യമുണ്ട്, ഐക്യത്തിൻ്റെ പാരമ്പര്യം. 1921 കഴിഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ 56 കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു നാടിനെ കുറിച്ചാണ് പറയുന്നത്. അന്ന് നാട്ടുരാജ്യങ്ങളായിരുന്നു ഈ 1921 ഇപ്പോൾ സംസാരിക്കുന്ന 1956 ശേഷമുള്ള കേരളത്തെക്കുറിച്ചാണ്. ഈ കേരളത്തിൽ നിങ്ങൾ എത്ര ഛിദ്രത കൊണ്ടുവന്നാലും അതൊക്കെ തൽക്കാലത്തേക്കേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ സഹോദരങ്ങളായി നിൽക്കും. ഇവിടെ ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ മുസ്ലിമെന്നോ അല്ലെങ്കിൽ കീഴ്ജാതിയെന്നോ മേൽജാതിയെന്നോ ഒരു വ്യത്യാസമില്ല. അങ്ങനെയൊക്കെ ചിലരൊക്കെ പ്രചരിപ്പിക്കാൻ വരുന്നതിനെയൊക്കെ നഖശിഖാന്തം എതിർക്കാൻ തക്കവണ്ണം ഒരുപാട് വേടന്മാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് മറന്നു പോരുത്. അതുകൊണ്ട് ഈ മനോഹരമായ ദേശത്തിനെതിരെ സംസാരിക്കുന്ന ഏത് പത്രപ്രവർത്തകനായിരുന്നാലും ഏത് വാഗ്മിയായിരുന്നാലും അവരെ
നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നതിന് യാതൊരു സംശയവുമില്ല. ആ വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. ഐക്യത്തിൻ്റെ കാഹളം നമ്മൾ ഊതണം. അതോടൊപ്പം തന്നെ കാശ്മീരിലുണ്ടായ ആ മഹാദുരന്തം, നമ്മുടെ 26 പ്രിയപ്പെട്ടവരുടെ വേർപാട്, ആ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം അനേക പ്രാവശ്യം നമ്മൾ ആശ്വാസ വചനങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. കൂടാതെ ഇപ്പോൾ വീരമൃത്യം വരിച്ചിരിക്കുന്ന നമ്മുടെ ജവാന്മാരുണ്ട്. അതുപോലെ നിഷ്കളങ്കരായിട്ടുള്ള ബോർഡർ ഏരിയയിൽ പാർക്കുന്ന നിരവധി കുഞ്ഞുങ്ങളടക്കമുള്ള മാതാപിതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മൾ അവരുടെ മുമ്പാകെ ഒരു ആദരാഞ്ജലി ഈ സമയത്ത് അറിയിക്കുന്നതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ക്രൂരത, അവരുടെ ആ ഭീകരവാദം അത് തുടച്ചു നീക്കുവാൻ വേണ്ടി ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹത് പ്രസ്ഥാനം ഒറ്റക്കെട്ടായിട്ട് ഒരേ ശബ്ദത്തിൽ നിൽക്കുവാൻ ഇടയായിത്തീരുന്നു. തുടർന്ന് നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ സേനയ്ക്ക്, കരസേനയായിരുന്നാലും വായുസേനയായിരുന്നാലും നാവികസേനയായിരുന്നാലും അവരുടെ അഘോരാത്രമായിട്ടുള്ള അധ്വാനം, നമ്മളെ സംരക്ഷിക്കാനുള്ള അവരുടെ ധീരമായ പോരാട്ടങ്ങൾ, ആ പോരാട്ടത്തിന് മുമ്പേ ഒരു സല്യൂട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രയത്നങ്ങൾ, നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്, ഞങ്ങളെല്ലാവരുമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ അതിശ്രേഷ്ഠമായിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ 148 കോടി ജനങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി തന്നെ ഈ രാജ്യത്തിന് വേണ്ടി സംരക്ഷണം ചെയ്യുക, രാജ്യത്തിന് വേണ്ടി പോരാടുക. നമ്മൾ ജയിക്കും, നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുന്നു, ജയിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കും. പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഭീകര രാജ്യത്തെ, അതിലെ ഭീകരവാദത്തെ എന്നേക്കുമായിട്ട് ഉന്മൂലനം ചെയ്താൽ മാത്രമേ നമ്മുടെ രാജ്യം സ്വതന്ത്രമായ സ്വാതന്ത്ര്യത്തോടും സമാധാനത്തോടും കൂടെ മുന്നോട്ട് ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ള വസ്തുത കൂടെ നാം എല്ലാവരും അറിയണം. അതിന് വിഘാതമായി പ്രവർത്തിക്കുന്ന ഏത് പത്രപ്രവർത്തകനായിക്കോട്ടെ, ഏത് വ്യക്തിയായിക്കോട്ടെ, അവരെ നിയമത്തിന് മുമ്പാകെ കൊണ്ടുവരികയും തക്ക ശിക്ഷ കൊടുക്കുകയും ചെയ്യണം. അത് മാത്യു ശാമുവേൽ തുടങ്ങിയതുകൊണ്ട് വലിയ സന്തോഷം. അതിന് തുടക്കം കുറിച്ച BJP വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന മേജർ രവി സാറിനോടുള്ള പ്രത്യേകമായ നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.